നമുക്കിന്ന് എന്ത് ചെയ്യാം? AWSൽ EFS എന്ന് പറയുന്ന ഒരു സർവീസ് നോക്കാം. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? EBS കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് EFS നോക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഡയഗ്രാം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് AWS നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 3 തരത്തിലുള്ള എന്താ പറയുക സ്റ്റോറേജ് സർവീസസ് ആണ്. ഒരെണ്ണം എന്ന് പറയുന്നത് EFS, ഒരെണ്ണം EBS, ഒരെണ്ണം S3. നിങ്ങൾ മേ ബി S3 ബക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, EBS നമ്മൾ നോക്കിയതാണ് അല്ലേ, ഇലാസ്റ്റിക് ബ്ലോക്ക് സ്റ്റോറേജ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്കുള്ളത് EFS വേണം. അതുപോലെ S3 ബക്കറ്റ് നമുക്ക് നോക്കാനുണ്ട്. S3 ബക്കറ്റ് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ഒരു സെപ്പറേറ്റ് സെഷൻ ഉണ്ടായിരിക്കും, അതിൽ നമുക്ക് കവർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കാനുള്ളത് EFS. ഓക്കെ, അതായത് ഇലാസ്റ്റിക് ഫയൽ സിസ്റ്റം. ഇലാസ്റ്റിക് ഫയൽ സിസ്റ്റം. ഓക്കെ, EBS എന്തായിരുന്നു? ഇലാസ്റ്റിക് ബ്ലോക്ക് സ്റ്റോറേജ് ആണ്. ഇത് ഇലാസ്റ്റിക് ഫയൽ സിസ്റ്റം ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ടൊക്കെ പോവാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ EFS ആണെന്നുണ്ടെങ്കിലും EBSഉം S3യും മൂന്നും എന്താണ്? സ്റ്റോറേജ് സർവീസസ് ആണ് അല്ലേ. ബട്ട് ഇത് മൂന്നും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പർപ്പസിനും നമ്മുടെ റിക്വയർമെൻ്റ് ഒക്കെ എങ്ങനെയാണോ നമ്മുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ മേ ബി S3 ബക്കറ്റ് യൂസ് ചെയ്യണമെന്നില്ല. മേ ബി നമ്മൾ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ S3 ബക്കറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ S3 ബക്കറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെയാണ് EFS, EBSഉം കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്കറിയാം ഇത് മൂന്നും എന്താണ്? സ്റ്റോറേജ് സർവീസസ് ആണ്. അതായത് നമ്മളുടെ കയ്യിലുള്ള ഡാറ്റകൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള, അതായത് ഡാറ്റ പെർസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഡാറ്റ ലോസായി പോവാതെ നമുക്കിത് കീപ്പ് ചെയ്ത് വെക്കാനുള്ള സ്പേസസ് ആണ് EFS ആയാലും EBS ആയാലും S3 ആയാലും. ഓക്കെ, അപ്പോൾ EBS നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞായിരുന്നു. EBS എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്ലോക്ക് സ്റ്റോറേജ് ആണ് അല്ലേ. അതായത് EBSൽ ഡാറ്റകൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം സ്റ്റോർ ആവുന്നത് ഒരു ബ്ലോക്ക് രീതിയിലാണ്. ഓക്കെ, ബ്ലോക്ക് സ്റ്റോറേജ് ആണ് EBS എന്ന് പറയുന്നത്. അതുപോലെ സിംഗിൾ EC2 ഇൻസ്റ്റൻസ്. സിംഗിൾ EC2 ഇൻസ്റ്റൻസ് മീൻസ് നമ്മൾ പറഞ്ഞായിരുന്നു അറ്റ് എ ടൈം ഒരു EBS ഒരു EC2 മെഷീനുമായിട്ടേ കണക്റ്റ് ആവത്തുള്ളൂ, അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞായിരുന്നു, അവൈലബിലിറ്റി സോണിൽ എന്തായിരിക്കും? ലോക്കായിരിക്കും. ഓക്കെ, ഇപ്പോൾ AP സൗത്ത് 1A എന്ന് പറയുന്ന അവൈലബിലിറ്റി സോണിൽ ഞാനൊരു EBS ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം അവൈലബിലിറ്റി സോണിലുള്ള EC2 മെഷീനുമായിട്ട് എനിക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു. അല്ലാതെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു അവൈലബിലിറ്റി സോണിലുള്ള EC2 മെഷീനുമായിട്ട് എനിക്കൊരു EBS അറ്റാച്ച് ചെയ്യുന്നത് പോസിബിൾ അല്ല. റൈറ്റ്, ഇതൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു EBS വോളിയം എനിക്ക് അറ്റ് എ ടൈം 2 അല്ലാതെ 1 കൂടുതൽ മെഷീനുമായിട്ടോ EC2 ഇൻസ്റ്റൻസുമായിട്ടോ ഒന്നും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അറ്റാച്ച് ചെയ്യാനോ കണക്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും കഴിയില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തിൽ പറഞ്ഞിരുന്നത്? EBSൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നത്. അതുപോലെ EBS എന്താണ്? ഷെയർഡ് അല്ല. അപ്പോൾ ഷെയർഡ് എന്താണെന്നുള്ളത് നമ്മൾ EFSൻ്റെ ഇതിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഷെയർഡ് മീൻസ് 1 കൂടുതൽ മെഷീൻസുമായിട്ട് കണക്റ്റ് ആവത്തില്ല. ഓക്കെ, അതുപോലെ അതിൻ്റെ പ്രൈസിങ്, ഡാറ്റ പെർസിസ്റ്റൻ്റ് ആയിരിക്കും, ഡാറ്റ അവൈലബിലിറ്റി. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ EBSൻ്റെ കാര്യത്തിൽ പറഞ്ഞായിരുന്നത്. നേരെ S3 ബക്കറ്റിലോട്ട് വരുമ്പോൾ S3 ബക്കറ്റിൽ ഒബ്ജക്റ്റ് സ്റ്റോറേജ് ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ EFS ആയാലും EBS ആയാലും S3 ആയാലും ഞാൻ ഫസ്റ്റ് എഴുതിയുള്ള ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അത് EBS എന്ന് പറയുന്നത് ബ്ലോക്ക് സ്റ്റോറേജ് ആണ്. ഓക്കെ, S3 എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് സ്റ്റോറേജ് ആണ്. EFS എന്ന് പറയുന്നത് ഒരു ഷെയർഡ് സ്റ്റോറേജ് ആണ്. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ S3യിലൊക്കെ നമ്മൾ കൂടുതലും ചെയ്യാറ് ഒരു വലിയ ലാർജ് ഡാറ്റ ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഫോട്ടോസ്, ഇമേജസ്, അതല്ലാതെ തന്നെ എന്തെങ്കിലും ലോഗ് ഫയലുകൾ, മറ്റെന്തെങ്കിലും എറർ ലോഗ്സ്, നമ്മുടെ അപ്ലിക്കേഷൻ്റെ ലോഗ്സ്, ഇതെല്ലാം നമ്മൾ കീപ്പ് ചെയ്യാനും വലിയ ഒരു ഡാറ്റകൾ ആണല്ലോ അതൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യാനൊക്കെയാണ് നമ്മൾ S3 ബക്കറ്റ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് എന്തെങ്കിലും കോണ്ടൻറ്റ്, എന്തെങ്കിലും ഇമേജസോ അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് റെൻഡർ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഒരു CDN പോലെയൊക്കെ S3 ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ലാർജ് ഡാറ്റ ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് S3 ഉപയോഗിക്കുന്നത്. അതിൽ ഒരു അൺസ്ട്രക്ചേർഡ് സ്റ്റോറേജ് ആണ് എന്ത്
S3 അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചർ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ EBSൻ്റെ കാര്യം പറഞ്ഞു. EBSൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റകൾ എന്തായാലും അതിങ്ങനെ ബ്ലോക്ക് ആയിട്ടാണ് EBSൻ്റെ എന്താ പറയുക ഒരു മെക്കാനിസം വരുന്നത്. EFSൽ നമ്മൾക്കറിയാം EFSൻ്റെ എന്താ പറയുക ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളുടെ ഒരു ഫയൽ സിസ്റ്റത്തിൽ നമുക്കറിയാം ഒരുപാട് എന്തുണ്ടായിരിക്കും ഡിഫറെൻറ്റ് ഡയറക്ടറീസ് ഉണ്ടായിരിക്കും. ഓരോന്നിലും എന്താ പറയുക അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും സ്റ്റോർ ആവുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ EFS ആയാലും EBS ആയാലും ഇതിനൊക്കെ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ബട്ട് S3 എന്താണ് ഒരു അൺസ്ട്രക്ചേർഡ് സ്റ്റോറേജാണ്. ഇപ്പോൾ ഫോർ മീൻസ് ഇപ്പോൾ നമ്മളുടെ വിൻഡോസൊക്കെ നമ്മുടെ സ്വന്തം മെഷീൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇമേജസ് നമ്മളുടെ സ്വന്തം ഇമേജസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു അതിനായിട്ട് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും അല്ലേ, എന്നിട്ട് ഇമേജസ് എന്ന് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ഇമേജസ് മാത്രം നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്യും. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലും മൂവീസ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോസ് എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടറിയിൽ നമ്മൾ എന്ത് ചെയ്യും കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻ്റ് എന്നുള്ളൊരു ഡയറക്ടറി ഉണ്ട്. ഇതിൽ ഞാൻ എൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെയാണ്, അല്ലാണ്ട് നമ്മളുടെ നോട്ട്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഒരു സ്ട്രക്ചേർഡ് ആണ് അല്ലേ. അതായത് ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇമേജ് ഡയറക്ടറി ഓപ്പൺ ആക്കിയാൽ മതി. എനിക്ക് പെട്ടെന്ന് ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എന്ന് പറയുന്ന എൻ്റെ ഡയറക്ടർ, അതായത് ഞാൻ എല്ലാതും ഒരു സ്ട്രക്ചർ ആക്കിയിട്ടുണ്ട്. ബട്ട് ഇതൊന്നും അല്ലാതെ നിങ്ങൾ എന്ത് ചിന്തിക്കുക, എനിക്കൊരു ഡയറക്ടറി ഉണ്ട്, എൻ്റെ ഇമേജസും എൻ്റെ വീഡിയോസും എൻ്റെ നോട്ട്സും എൻ്റെ ഡോക്യുമെൻറ്റ്സും ഒക്കെ ഈ ഒരു ഡയറക്ടറിയിലാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ് അതൊരു അൺസ്ട്രക്ചേർഡ് ആണ്. നമ്മൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരെണ്ണം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്കത് സെലക്ട് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. കുറച്ച് ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളത് തപ്പി പിടിക്കേണ്ടി വരും ഒരുപാട് ഡാറ്റകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെയാണ് എന്ത് S3 എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് അതിനെന്തില്ല ഒരു സ്ട്രക്ചറോ ഫോർമാറ്റോ ഒന്നുമില്ല, എല്ലാതും മിക്സ്ഡ് ആയിട്ടായിരിക്കും. നമ്മളുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ എടുക്കുക. ഓക്കെ, ഗൂഗിൾ ഡ്രൈവ് ഒക്കെ പോലെ നമുക്ക് എന്ത് ചെയ്യാം S3 ബക്കറ്റിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ മൂവി വേണമെങ്കിൽ ഒരു മൂവി സ്റ്റോർ ചെയ്യാം, അതല്ല നമ്മളുടെ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റ് ചെയ്യാം. നമ്മളുടെ ഇമേജസ് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും നമ്മൾ ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം S3 ബക്കറ്റിൽ എന്ത് ഒബ്ജക്റ്റും, അതാണ് ഒബ്ജക്റ്റ് സ്റ്റോറേജ്. എന്ത് ഒബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും S3യിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ അത് സ്കെയിലബിൾ ആണ്, അതായത് അതിന് ലിമിറ്റ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം എത്ര വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഈ S3 ബക്കറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് HTTP വഴിയും നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും പബ്ലിക് ആക്കാനൊക്കെ കഴിയും. ഗ്ലോബലി എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യുന്നതും പോസിബിളാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് S3 ബക്കറ്റിൽ ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു എന്തെങ്കിലും പോർട്ട്ഫോളിയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റോ എന്തെങ്കിലും ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അതിനൊരു URL ഉണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ URL എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. അതായത് പബ്ലിക്കായിട്ട് ഗ്ലോബലി ആ URL ഉള്ള ആർക്കും എന്ത് ചെയ്യാം എൻ്റെ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാം. ഓക്കെ, എവിടെ വയ HTTPയോ അല്ലാണ്ട് HTTPSോ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു URL ഉണ്ടായിരിക്കും, ആ URL നമ്മുടെ ബ്രൗസറിൽ നമുക്ക് കോൾ ചെയ്താൽ അങ്ങനെ നമുക്ക് ആക്സസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ S3യിൽ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. മൂന്നിൻ്റെയും ഡിഫറൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, S3ക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് S3യുടെ ഒരു സെഷൻ ഉണ്ടായിരിക്കും, എങ്ങനെ നമുക്കൊരു ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യാം, അതുപോലെ എങ്ങനെ നമ്മൾക്കത് പബ്ലിക് ആക്കാം, എങ്ങനെ അതിന് റെസ്ട്രിക്ഷൻസ് സെറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ S3യുടെ ആ ഒരു ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ EBS നമ്മൾ പറഞ്ഞതാണ് S3. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് EFS ആണ്. അപ്പോൾ EFS നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം EBSുമായിട്ട് കമ്പയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് EBS എന്ന് പറയുന്നത് ബ്ലോക്ക് സ്റ്റോറേജ് ആണ്, EFS എന്താണ് ഷെയർഡ് സ്റ്റോറേജ് ആണ്. ഓക്കെ, അതുപോലെ മൾട്ടിപ്പിൾ EC2മായിട്ട് ഒരു EFS ഫയൽ സിസ്റ്റത്തിന് കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് EBSന് എന്തിന് കഴിയില്ല, മൾട്ടിപ്പിൾ ആയിട്ട് EC2 മെഷീനുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ മുന്നേ പറഞ്ഞതാണ് അല്ലേ. അതായത് ഒരു EC2 മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ EC2 മെഷീന് അറ്റ് എ ടൈം ഒരു EBSുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. സോറി, ഈ EBSന് ഒരു മെഷീനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. EC2ന് എത്ര EBS വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അറ്റാച്ച് ചെയ്യുന്നത് പോസിബിളാണ്. കണ്ടോ, ഒരു EC2 മെഷീന് എത്ര EBS വേണമെന്നുണ്ടെങ്കിലും
അറ്റാച്ച് ചെയ്യാം. ബട്ട് ഒരു EBS വോളിയം അറ്റ് എ ടൈം ഒരു മെഷീനുമായിട്ട് ഉണ്ടായിരിക്കുള്ളൂ. എനിക്ക് വേറൊരു EBS ഒരു EC2 മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ EBSനെ എനിക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് പോസിബിൾ അല്ല. ഓക്കെ, കാരണം എന്താ, ഇവിടെ 2 കണക്ഷൻ വന്നു, അങ്ങനെ അത് പോസിബിൾ അല്ല. അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു, EBS വോളിയം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു അവൈലബിലിറ്റി സോൺ പറഞ്ഞു കൊടുക്കും. ആ അവൈലബിലിറ്റി സോണും EC2ൻ്റെ അവൈലബിലിറ്റി സോണും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം അല്ലേ, എന്നാലേ ഈ ഒരു കണക്ഷനും പോസിബിൾ ആകത്തുള്ളൂ. ഈ കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് EFSൻ്റെ കേസിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ വരുന്ന ഡിഫറൻസ് എന്താണ്, ഇത് സിംഗിൾ EC2 മെഷീനുമായിട്ട് കണക്റ്റ് ആകത്തുള്ളൂ. ഇതെന്താണ്, മൾട്ടിപ്പിൾ EC2 മെഷീനുമായിട്ട് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ അതിൻ്റെ പെർഫോമൻസ് എന്താണ്, നല്ല രീതിയിൽ പെർഫോമൻസിങ് ആണ്. നെക്സ്റ്റ് പറയാനുള്ളത്, ഇതൊരു മാനേജ്ഡ് സർവീസാണ്. ഓക്കെ, മാനേജ്ഡ് ബൈ AWS. ഈ ഫയൽ സിസ്റ്റത്തിലെ എന്തെങ്കിലും മെയിൻ്റനൻസോ എന്തെങ്കിലും പാച്ചസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതെന്താണ്, എല്ലാതും AWS മെയിൻറ്റെയിൻ ചെയ്തോളും. ഓക്കെ, AWS ആണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് EFS എന്താണ്, ഒരു മാനേജ്ഡ് സർവീസാണ്. ഓക്കെ, NFS എന്നൊക്കെ പറയും, അതായത് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം. ഓക്കെ, ഈ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം മാനേജ് ചെയ്യുന്നത് ആരാണ്, AWS ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലെന്തെങ്കിലും എന്താ പറയുക, പാച്ചസോ കാര്യങ്ങളോ എന്തെങ്കിലും അപ്ഗ്രേഡേഷനോ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാം AWS കൈകാര്യം ചെയ്യും. ഓക്കെ, അതുപോലെ സ്കെയിലബിൾ ആണ്, ഇലാസ്റ്റിസിറ്റി, അതായത് ഡൈനാമിക് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതുപോലെ പ്രൈസിങ്. അപ്പോൾ ഈ സ്കെയിലബിലിറ്റിയും ഇലാസ്റ്റിസിറ്റിയും പ്രൈസിങ്ങും ഒക്കെ അതിലോട്ടൊക്കെ ഡീപ്പായിട്ട് നമുക്ക് വരാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ EBSൻ്റെ കാര്യം എടുക്കുകയെന്ന് വിചാരിക്കുക. EBS ഞാൻ എന്ത് ചെയ്തു, ഒരു മെഷീനുമായിട്ട് എൻ്റെ ഒരു EC2 മെഷീനുമായിട്ട് ഞാൻ എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഞാൻ എന്താ എടുത്തത്, ഒരു 100 GB ആണ് ഞാൻ എൻ്റെ EBS വോളിയത്തിന് കൊടുത്തത്. EBS ആണ്, ഇലാസ്റ്റിക് ബ്ലോക്ക് സ്റ്റോറേജ് ആണ്. ഓക്കെ, ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് തോന്നി, 100 GB എന്താണ് എനിക്ക് പോരാ, എനിക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യണം, സ്റ്റോറേജ് ആഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വോളിയത്തിൻ്റെ സൈസ് എനിക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ എനിക്ക് ഇൻക്രീസ് ചെയ്യണം. അതായത് എനിക്കൊരു 150 GB എനിക്ക് എന്ത് ചെയ്യണം, അത് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, കാരണം എന്താണ്, എനിക്ക് ഒത്തിരി ഡാറ്റകളുണ്ട്, എൻ്റെ സ്റ്റോറേജ് എന്തായിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, ഒരു 98% എന്തായിട്ടുണ്ട്, എൻ്റെ സ്റ്റോറേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ സ്റ്റോറേജിൻ്റെ സൈസ് എനിക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് വഴികളുണ്ടല്ലേ, നമ്മൾ നോക്കിയതാണ്. മോഡിഫൈ വോളിയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ വോളിയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ വോളിയം മോഡിഫൈ ചെയ്തിട്ട് 150 ആക്കാം. ഓക്കെ, ബട്ട് അതെന്താണ്, അതൊരു മാനുവൽ വർക്കാണ് അല്ലേ. ബട്ട് EFSൽ അങ്ങനെയല്ല. EFS എന്താണ്, ഒരു ഡൈനാമിക് ഇലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. ഓക്കെ, ഡൈനാമിക് ഇലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ മീൻസ്, ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് എന്തുണ്ട്, ഒരു EFSൻ്റെ സ്റ്റോറേജ് ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഇതിൽ എൻ്റെ കുറച്ച് ഡാറ്റാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റ് കൂടി പറയുകയാണ്, EFS ഒരു അഡ്വാൻസ്ഡ് പ്ലാനിങ് നമ്മൾക്ക് വേണ്ട. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മൾക്ക് എന്തിൻ്റെ കേസിൽ ആവശ്യമില്ല, EFSൻ്റെ കേസിൽ ആവശ്യമില്ല. അഡ്വാൻസ്ഡ് പ്ലാനിങ് മീൻസ്, ഇപ്പോൾ എനിക്കറിയാം എൻ്റെ EC2 മെഷീനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക, അതിൽ ഞാനൊരു വോളിയം അറ്റാച്ച് ചെയ്യുമ്പോൾ എത്ര GB വേണമെന്നൊക്കെ എനിക്ക് എന്തുണ്ടായിരിക്കും, ഒരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഞാൻ എന്തെടുത്തത്, 100 GB ഞാൻ എടുത്തത്. ബട്ട് കുറേ ഫ്യൂച്ചറിൽ എനിക്ക് എന്ത് വന്നു, അതൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു, ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. ബട്ട് ഇതുപോലെ നമ്മൾക്കൊരു കാൽക്കുലേഷനോ ഒരു പ്രഡിക്ഷനോ ഒന്നും നമ്മുടെ EFSൻ്റെ കേസിൽ നമ്മൾക്ക് ആവശ്യമില്ല. അഡ്വാൻസ്ഡ് പ്ലാനിങ് നമ്മൾക്ക് വേണ്ട. അതായത് ഞാനൊരു EFS ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് എത്ര സൈസ് വേണമെന്നൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഞാൻ ജസ്റ്റ് ഒരു EFS ക്രിയേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ മെഷീനുമായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു EFSൽ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 10 GB
കുറച്ച് ഡാറ്റ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 10 GB കുറച്ച് ഡാറ്റ എൻ്റെ EFSലുണ്ട്. അപ്പോൾ എൻ്റെ EFSൻ്റെ സൈസ് എന്തായിരിക്കും, 10 GB ആയിരിക്കും. അതായത് ഇലാസ്റ്റിസിറ്റി, നമ്മൾ എത്ര ഡാറ്റയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, പുള്ളിക്കാരൻ ഇങ്ങനെ ജസ്റ്റ് ഇലാസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ 20 GB ഡാറ്റകൾ വന്നു. അപ്പോൾ എൻ്റെ ഫയൽ സിസ്റ്റം 20 GB ആയിരിക്കും. മനസ്സിലായോ? ഞാൻ എന്ത് ചെയ്തു, ഒരു 5 GB ഞാൻ എൻ്റെ ഇതിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, EFSന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ 20ന്ന് 5 GB പോയാൽ ബാക്കി 15 GB. അതായത് നമ്മളുടെ ഡാറ്റയുടെ സൈസ് എത്രയാണോ അതിനനുസരിച്ച് പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ഇലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻക്രീസ് ആവും. നമ്മുടെ ഡാറ്റ കുറയുമ്പോൾ പുള്ളിക്കാരൻ ഡിക്രീസ് ആവും. അതായത് അതിൻ്റെ ആ ഒരു സ്റ്റോറേജ് സ്പേസ് എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, അഡ്വാൻസ്ഡ് ആയിട്ടൊരു പ്ലാനിങ് വേണ്ട, നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു സൈസ് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം EFSൻ്റെ കേസിലില്ല. ബട്ട് EBSന് നമുക്കറിയാം, നമ്മളൊരു പ്രോപ്പറായിട്ട് സൈസ് കൊടുക്കണം. 30 GB എങ്കിൽ 30 GB എന്നോ അല്ലാതെ 120 GB എന്നോ എത്ര സൈസാണോ നമ്മളുടെ ഈ വോളിയത്തിന് വേണ്ടത് ആ സൈസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ബട്ട് EFSന് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് സ്കെയിലബിൾ ആണ്. അതായത് ഒരുപാട് ഡാറ്റ വരുമ്പോൾ ആ ഡാറ്റ എത്ര ഉണ്ടോ അതിനനുസരിച്ച് പുള്ളി ഇങ്ങനെ ഇലാസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഡാറ്റകൾ കുറയുമ്പോൾ ഇങ്ങോട്ട് തന്നെ സ്ട്രിങ്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ വെറും 10 GB ഡാറ്റ ഉള്ളതെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ 10 GB ഡാറ്റ എന്താ പറയുക ഓക്യുപ്പൈ ചെയ്യാനുള്ളൊരു സ്പേസ് അതിന് കൊടുക്കത്തുള്ളൂ. അതല്ല ഒരു 100 GB ഡാറ്റ വന്ന് സ്റ്റോർ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ EFS എന്തായിരിക്കും, 100 GB സ്പേസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് മനസ്സിലായോ? അതുകൊണ്ട് തന്നെ പ്രൈസിങ്ങും എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ EFSൽ ഒരു 100 GB ഉണ്ട് എന്നുണ്ടെങ്കിൽ 100 GBക്കുള്ള പ്രൈസിങ് ആയിരിക്കും ആരെടുക്കുക, AWS നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്നത്. ഇനി 100 GB ഒന്നുമില്ല, വെറും 10 GB ഉള്ളൂ എന്നുണ്ടെങ്കിൽ 10 GBക്ക് അവർ പറയുന്ന പ്രൈസ് എത്രയാണോ അതേ നമ്മളുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുള്ളൂ, അവർ ഈടാക്കത്തുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ എത്ര യൂസ് ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നതിന് മാത്രമേ AWS നമ്മളുടെ അടുത്ത് നിന്ന് പ്രൈസ് എന്ത് ചെയ്യുള്ളൂ, എടുക്കത്തുള്ളൂ. ബട്ട് EBSൻ്റെ കേസിൽ അങ്ങനെയല്ല. EBSന് ഞാൻ എന്ത് ചെയ്തു, EBS വോളിയം ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു, 100 GB വേണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ബട്ട് 100 GBയുടെ ഒരു EBS വോളിയം എനിക്ക് കിട്ടും അല്ലേ, 100 GBയുടെ ഒരു വോളിയം എനിക്ക് കിട്ടും. ബട്ട് ഈ വോളിയം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് എന്തുള്ളൂ, ഒരു 5 GB ഡാറ്റ ഉള്ളൂ. ഓക്കെ, എന്നിരുന്നാലും അവർ 100 GBക്കുള്ള പ്രൈസ് ആയിരിക്കും നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു ഡിഫറൻസ് മനസ്സിലായോ, EFSൻ്റെ EBSൻ്റെ? EBSൽ നമ്മൾ എത്രയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ EFSൻ്റെ സൈസ് ഇൻക്രീസ് ആവത്തുള്ളൂ, അതിനനുസരിച്ച് പ്രൈസിങ് ഉണ്ടായിരിക്കത്തുള്ളൂ. ബട്ട് EBSൽ നമ്മൾ ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു സൈസ് പറഞ്ഞു കൊടുക്കണം. ആ സൈസിനനുസരിച്ചായിരിക്കും എന്തുണ്ടായിരിക്കുക, പ്രൈസിങ് വരിക. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഡാറ്റ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആ ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും അതിനവിടെ പ്രൈസ് വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ പ്രൈസിങ്, സ്കെയിലബിലിറ്റി, ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇതെല്ലാം മനസ്സിലാക്കുക. ഇപ്പോൾ 100 GBയുടെ ഒരു EBS വോളിയം എനിക്കുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു 150 GB സ്റ്റോർ ചെയ്യുന്നത് പോസിബിൾ അല്ല. കാരണം 100 GB ഉള്ളൂ അതിൻ്റെ ടോട്ടൽ സ്പേസ്. ഓക്കെ, ബട്ട് 150 എനിക്ക് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ സൈസ് ഞാൻ ഇൻക്രീസ് ചെയ്യുന്ന വേണം. ഓക്കെ, ബട്ട് EFSൽ ആ ഒരു ഇഷ്യൂ ഇല്ല. നമുക്ക് എത്രയും എന്ത് ചെയ്യാം, അതിലോട്ട് സ്റ്റോർ ചെയ്യാം. അതിനനുസരിച്ച് EFS എന്ത് ചെയ്തോളും, അതിൻ്റെ സൈസ് ഇലാസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഷെയർഡ്. അപ്പോൾ ഷെയർഡിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഡയഗ്രം ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് ക്ലൗഡിലായാലും ഇനി ഓൺ പ്രിം നമ്മളുടെ ഫിസിക്കൽ സെർവറുകളായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EFS എല്ലാം അറ്റാച്ച് ചെയ്യുന്നത് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ക്ലൗഡ് ഓർ ഓൺ പ്രിം എന്നിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് വിചാരിക്കുക, ജസ്റ്റ് സെർവറുകളാണെന്ന് വിചാരിക്കുക. അതായത് ഇതൊരു സെർവർ, ഇത് മറ്റൊരു സെർവർ, ടോട്ടൽ 3 സെർവർ ഉണ്ട്. ഈ 3 സെർവറിനെയും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു EFS സ്റ്റോറേജുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഷെയർഡ് ആണെന്ന് പറയുന്നത്.
EFS എന്ന് പറയുന്നത് ഒരു ഷെയർഡ് സ്റ്റോറേജ് ആണ്. ഓക്കെ, ബട്ട് EBSൻ്റെ കേസിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇതൊരു EBS ആണെന്നുണ്ടെങ്കിൽ EBS എനിക്ക് 3 മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്നത് പോസിബിൾ ആണോ? ഒരിക്കലും പോസിബിൾ അല്ല, അല്ലേ? നമുക്ക് ഒരു മെഷീനുമായിട്ട് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? അറ്റ് എ ടൈം അറ്റാച്ച് ചെയ്യാൻ കഴിയത്തുള്ളൂ. ബട്ട് EFS ഒരു ഷെയർഡ് സ്റ്റോറേജ് മീൻസ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 എണ്ണമല്ല, ഇതിൽ കൂടുതൽ മെഷീനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റ് എ ടൈം നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതെല്ലാം ഓരോ സെർവറോ നമ്മുടെ ലാപ്ടോപ്പോ എന്താണെന്ന് വിചാരിക്കുക. ഇതിലെല്ലാം നമ്മുടെ എന്തുണ്ട്? അപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ അപ്ലിക്കേഷൻ ഉണ്ട്. ഈ എല്ലാ മെഷീനെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു EFSുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യുന്നത് പോസിബിൾ ആണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഷെയർഡ് ആണെന്ന് പറഞ്ഞത്. അറ്റ് എ ടൈം നമുക്ക് മൾട്ടിപ്പിൾ മെഷീനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയാൻ കാരണം. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ക്യൂബർനെറ്റ്സിൽ നിങ്ങൾ ക്ലസ്റ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നോഡിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതൊരു ക്ലസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ക്ലസ്റ്ററിൽ എന്തുണ്ട്? ഒത്തിരി നോഡുകളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി സെർവറുകളുണ്ട്. ഓക്കെ, ക്യൂബർനെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒത്തിരി സെർവറുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ ക്ലസ്റ്ററിൽ. ഞാനിവിടെ 4 സെർവർ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതെല്ലാം സെർവറാണെന്ന് വിചാരിക്കണേ. EC2 അല്ലാന്നുണ്ടെങ്കിൽ സെർവർ മെഷീൻസ് ആണ് നമ്മളുടെ. ഓക്കെ, അപ്പോൾ ക്യൂബർനെറ്റ്സിൽ ഞാൻ എൻ്റെ ക്ലസ്റ്ററിലോട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ അപ്ലിക്കേഷൻ ഞാൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അപ്ലിക്കേഷൻ ഡെഫിനറ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക? എൻ്റെ ഓരോ മെഷീനിലും കിടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ്റെ ഓരോ ഭാഗം അവിടെയും ഇവിടെ ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ക്ലസ്റ്ററിൻ്റെ അകത്ത് എല്ലാ മെഷീനിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അതിന് എന്താ പറയുക, മാസ്റ്റർ നോഡ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ നോക്കണ്ട, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ക്യൂബർനെറ്റ്സിൽ എനിക്കൊരു 4 ക്ലസ്റ്ററിൽ എനിക്കൊരു 4 മെഷീൻ ഉണ്ട്. ഈ 4 മെഷീനിലും കൂടി ആയിട്ടാണ് എൻ്റെ ഒരു അപ്ലിക്കേഷൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു EFS സ്റ്റോറേജ് എനിക്കിവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് എൻ്റെ അപ്ലിക്കേഷന് വേണ്ട ഒരുപാട് ഡാറ്റകളും കാര്യങ്ങളും ഒക്കെ എന്തുണ്ട്? EFSലുണ്ട്. ഓക്കെ, ഫൈൻ. പക്ഷേ നമുക്ക് എന്തറിയാം? അപ്ലിക്കേഷന് 4 സെർവറിലും കൂടി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കിടക്കുന്നത്. ഇവിടെ എനിക്ക് എന്ത് പോസിബിളാണ്? ഈ സെർവറിനെ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം, ഇതിന് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം, ഇതിന് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ 4 സെർവറിനും എന്താണ്? ഒരു സ്റ്റോറേജ് സ്പേസിൽ നിന്നും ഡാറ്റകൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഫെച്ച് ചെയ്യുന്നത് പോസിബിളാണ്. ഓക്കെ, അതായത് ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? EFS ഒരു ഷെയർഡ് ഫയൽ സിസ്റ്റം ആയിട്ടാണ്, അല്ലാതെ ഒരു ഷെയർഡ് സ്റ്റോറേജ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ബട്ട് ഈ കേസിൽ എനിക്കൊരു EBS ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിൾ ആണോ? ഒരു EBSൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ അപ്ലിക്കേഷൻ്റെ ഡാറ്റകളും കാര്യങ്ങളും സംഭവങ്ങൾ, ഇപ്പോൾ ഒരു ഇമേജസോ വീഡിയോസോ എന്തോ ആവട്ടെ, എന്തോ ഡാറ്റകളാവട്ടെ, അപ്പോൾ അപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു യൂസർ ആക്സസ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റോറേജ് ഡ്രൈവ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഡാറ്റകൾ ഡിസ്പ്ലേ ചെയ്തിട്ടോ റെൻഡർ ചെയ്തിട്ടൊക്കെ കാണിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അറ്റ് എ ടൈം ഈ 4 മെഷീനും ഈ EBS വോളിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് പോസിബിൾ ആണോ? അല്ല. നമ്മൾക്കറിയാം EBS ഒരു മെഷീനുമായിട്ട് അറ്റ് എ ടൈം വർക്ക് ചെയ്യുള്ളൂ, അറ്റാച്ച് ചെയ്യുന്നത് പോസിബിൾ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? EBS ആണെന്നുണ്ടെങ്കിലും EFS ആണെന്നുണ്ടെങ്കിലും S3 ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിനാരിയോയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. EFS എന്താണ്, അതിൻ്റെ യൂസ് കേസ് എന്താണ്, അത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ EBS എന്താണ്, ഇത് രണ്ടും നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. S3 ജസ്റ്റ് എന്ത് ചെയ്യുക? ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ബാക്കി നമ്മൾ S3യുടെ ഒരു സെപ്പറേറ്റ് സെഷൻ തന്നെ ഉണ്ടായിരിക്കും. CLI ഉപയോഗിച്ച് S3 മാനേജ് ചെയ്യുന്നതും കൺസോൾ വഴി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂടുതലായിട്ട് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം, S3 ഒക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? EFS കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. EBS നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ.
നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാൻ കൺസോൾ എടുക്കുകയാണ്. ഓക്കെ, കൺസോളിൽ ഇവിടെ ഡാഷ്ബോർഡാണ്. ഞാനിവിടെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് EFS. ഓക്കെ, EFS എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ EFS ഇവിടെ കാണാം. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് മാനേജ്ഡ് ഫയൽ സ്റ്റോറേജ് ഫോർ EC2. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു EFS എന്ന് പറയുന്നത് എന്താണ്, AWS മാനേജ്ഡ് സർവീസ് ആണ് അല്ലേ. എല്ലാ കാര്യങ്ങളും AWS തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. നമ്മൾക്ക് കൂടുതൽ മാനേജ്മെൻറ്റോ കാര്യങ്ങളോ മെയിൻ്റനൻസോ അതിൻ്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫയൽ സിസ്റ്റംസ്, ആക്സസ് പോയിന്റ്, ഇവിടെ ക്രിയേറ്റ് ഫയൽ സിസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു ഫയൽ സിസ്റ്റം ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ക്രിയേറ്റ് ഫയൽ സിസ്റ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ സിസ്റ്റത്തിന് ഒരു പേര് കൊടുക്കാം. അതുപോലെ ഏത് VPCയിലാണ് നമ്മളുടെ ഈ ഫയൽ സിസ്റ്റം നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതായത് നമ്മളുടെ നെറ്റ്വർക്കും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളുടെ VPC ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യണം, മൈ ഡെമോ EFS എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു പേര് ഞാൻ കൊടുത്തു. എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പേര് നമ്മൾ കൊടുത്തു, മൈ ഡെമോ EFS. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമ്മളുടെ VPC പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതായത് ഏത് VPCയിലാണ്, ഇപ്പോൾ നമ്മൾക്ക് മേ ബി 1, 2, 3 അല്ലാണ്ട് അതിൽ കൂടുതലോ VPC ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഏത് VPCയിലുള്ള ഇൻസ്റ്റൻസുമായിട്ടാണ് എനിക്ക് ഈ ഫയൽ സിസ്റ്റം അറ്റാച്ച് ചെയ്യേണ്ടത്, ആ ഇൻസ്റ്റൻസ് ഇരിക്കുന്ന VPC ഞാൻ പറഞ്ഞു കൊടുക്കണം. ആസ് ഓഫ് നോ നമ്മൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ, എൻ്റെ ഈ ഒരു AWS അക്കൗണ്ടിൽ ഡിഫോൾട്ട് VPC മാത്രമേ ഉള്ളൂ എൻ്റെ ഈ ഒരു റീജിയണിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഡിഫോൾട്ട് VPC ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം VPC ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും കൂടി ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഏത് VPCയിലെ ഇൻസ്റ്റൻസുമായിട്ടാണോ നിങ്ങൾക്ക് ഈ EFS ഈ ഒരു സ്റ്റോറേജ് അറ്റാച്ച് ചെയ്യേണ്ടത്, അത് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഡിഫോൾട്ട് ഉള്ളതുകൊണ്ട് ഡിഫോൾട്ട് തന്നെ സെലക്ട് ചെയ്തു. എനിക്കിവിടെ ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്കിവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു EFS ഫയൽ സിസ്റ്റം എനിക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ, സക്സസ് നോട്ടിഫിക്കേഷൻ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. EFSന് അതിൻ്റേതായിട്ടുള്ള ഒരു ID വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ, അതായത് ബൈ ഡിഫോൾട്ടായിട്ട് AWS നമ്മൾക്ക് തരുന്ന കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ എനിക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, പെർഫോമൻസ് മോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് ബാക്കപ്പ് എനേബിൾഡ് ആണ്. അതായത് ഇതെല്ലാം ഡിഫോൾട്ട് കോൺഫിഗറേഷൻ ആണ്. അതായത് നമ്മൾ 1 ക്ലിക്കിലാണ് ഇതിപ്പോൾ എന്ത് ചെയ്തത്, ക്രിയേറ്റ് ചെയ്തത് അല്ലേ. അതായത് നമ്മൾ എന്ത് മാത്രമേ കൊടുത്തുള്ളൂ, EFSന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പേരും അതുപോലെ VPCയും പറഞ്ഞു കൊടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു ഫയൽ സിസ്റ്റം ഒരു ഡിഫോൾട്ട് കോൺഫിഗറേഷനിൽ AWS നമുക്ക് തന്നു. അതിൻ്റെ ത്രൂപുട്ട് മോഡ് ഇലാസ്റ്റിക് ആണ്. ഓക്കെ, ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 മോഡ് ഉണ്ട്. ഓക്കെ, റീജിയണൽ ഉണ്ട്, 1 സോൺ ഉണ്ട്. അതിൽ റീജിയണലാണ് ഇപ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ എന്തുണ്ട്, 3 അവൈലബിലിറ്റി സോണിലും നമ്മളുടെ ഈ ഒരു ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അറ്റാച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അറ്റാച്ചിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ EC2മായിട്ട് മൗണ്ട് ചെയ്യാനുള്ള കമാൻഡുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെർമിനൽ വഴി മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷന് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, അതല്ല നമുക്ക് കുറച്ചും കൂടി കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു EC2 ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ഫയൽ സിസ്റ്റത്തിലോട്ട് തന്നെ പോവുകയാണ്. ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇത് ഞാൻ പിടിച്ച് ഡിലീറ്റ് ചെയ്യണം. ആ EFSൻ്റെ ഒരു എന്താ പറയുക ID ആണ് ഈ കിടക്കുന്നത്. ഞാൻ അത് കൺഫേം കൊടുത്തു, ഡിലീറ്റ് ചെയ്തു. അത് അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകും. മൈ ഡെമോ EFS എന്നാണ് അതിൻ്റെ പേര്. ജസ്റ്റ് നമുക്ക് നോട്ട് ചെയ്താൽ മതി. കണ്ടോ, ഡിലീറ്റിംഗ് മൗണ്ട് ടാർഗറ്റ്സ് ഫോർ ഫയൽ സിസ്റ്റം, അത് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണേ, വേറെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഡിഫോൾട്ട് കോൺഫിഗറേഷൻ അതാ മേ ബി നമ്മൾക്ക് നമ്മളുടെ റിക്വയർമെൻറ്റിനെ എപ്പോഴും ഈ ഒരു ഡിഫോൾട്ട് കോൺഫിഗറേഷൻ മീറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമ്മൾക്ക് അതിലെന്തെങ്കിലും പുതുതായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടോ അല്ലാതെ കസ്റ്റമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ക്രിയേറ്റ് ഫയൽ സിസ്റ്റത്തിൽ പോവുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഞാൻ ഇതിൽ ജസ്റ്റ് പിടിച്ച് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി കൺട്രോൾ ഉണ്ട്. ഓക്കെ, അതായത് ഈ EFSൻ്റെ കോൺഫിഗറേഷൻ സെറ്റിങ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ജസ്റ്റ് എന്ത് കൊടുക്കുകയാണ്, മൈ
ഡെമോ EFS. ഇവിടെ മൈ ഡെമോ EFS ജസ്റ്റ് 2 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ഫയൽ സിസ്റ്റം ടൈപ്പ് 2 രീതിയിലുണ്ട്. ഒന്ന് റീജിയണൽ ഉണ്ട്, ഒന്ന് വൺ സോൺ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നെയിം നിങ്ങൾക്ക് കേൾക്കുന്ന പോലെ തന്നെ എന്താണ് റീജിയണൽ വൺ സോൺ, അതായത് അവൈലബിലിറ്റി സോണുകൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞായിരുന്നു, EFS ഒരു ഷെയർഡ് സ്റ്റോറേജ് ആണ് അല്ലേ. അതായത് ഫയൽ സിസ്റ്റം 2 ടൈപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒന്ന് റീജിയണൽ ആയിട്ടും ഒന്ന് വൺ സോൺ ആയിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ എന്താ പറയുക VPC ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഈ VPCക്കകത്ത് എന്തുണ്ട്, ഒരു 3 അവൈലബിലിറ്റി സോൺ ഉണ്ട്. ഇതൊരു അവൈലബിലിറ്റി സോൺ ആണ്. 1A എന്ന് പറയുന്ന ഒരു അവൈലബിലിറ്റി സോണ്, ഇത് 1B എന്ന് പറയുന്ന മറ്റൊരു അവൈലബിലിറ്റി സോണ്, ഇത് 1C. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ റീജിയണൽ ഉണ്ട്. അപ്പോൾ റീജിയണൽ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഫയൽ സിസ്റ്റം നമ്മളുടെ എല്ലാ റീജിയണലിലും എന്തുണ്ടായിരിക്കും, ആ ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു മൗണ്ട് പോയിന്റ് ഉണ്ടായിരിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന EFS റീജിയണൽ ആണെങ്കിൽ എന്തുണ്ടായിരിക്കും, ഈ 3 അവൈലബിലിറ്റി സോണിലും ആ ഒരു EFSൻ്റെ മൗണ്ട് പോയിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തും കൂടെ പറഞ്ഞായിരുന്നു, ഷെയർഡ് സ്റ്റോറേജ് ആണ് അല്ലേ, ഷെയർഡ് സ്റ്റോറേജ് ആണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് എന്തുണ്ട്, ഈ റീജിയണിൽ ഒരു EC2 ഉണ്ട്. ഓക്കെ, എനിക്ക് ഈ അവൈലബിലിറ്റി സോണിൽ എന്തുണ്ട്, ഒരു EC2 മെഷീന് ഞാൻ സ്പിന്നപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും എന്തുണ്ട്, ഒരു EC2 മെഷീൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത EFS എന്ന് പറയുന്ന ഈ ഒരു ഫയൽ സിസ്റ്റം റീജിയനാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ EFS 3 അവൈലബിലിറ്റി സോണിലും എനിക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ EC2നെ ഈ EFSുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഇതിനെയും ഇങ്ങോട്ട് കണക്ട് ചെയ്യാം, ഇതിനെയും ഇതിലോട്ട് കണക്ട് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു EFS ഒരു ഷെയർഡ് സ്റ്റോറേജ് ആണ്, ഒന്നിൽ കൂടുതൽ മെഷീനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അറ്റാച്ച് ചെയ്യുന്നത് പോസിബിൾ ആണ്. ഓക്കെ, അതല്ല ഞാൻ റീജിയണൽ അല്ല കൊടുത്തത്, ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ വൺ സോൺ ആണ് കൊടുത്തത്. ഓക്കെ, വൺ സോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് എന്ത് ചോദിക്കും, ഏതെങ്കിലും ഒരു സ്പെസിഫിക് അവൈലബിലിറ്റി സോൺ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വൺ സോൺ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു, 1A എന്നുള്ള അവൈലബിലിറ്റി സോൺ ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, 1A. അപ്പോൾ ഇവിടെ എന്താ ഡിഫറൻസ് വരിക, 3 അവൈലബിലിറ്റി സോൺ ഉണ്ട്, 1A സെയിം VPC തന്നെ, 1B 1C. ഓക്കെ, ഇത്ര ഡിഫറൻസ് ഉള്ളൂ. റീജിയണൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ 3 അല്ലാന്നുണ്ടെങ്കിൽ എത്ര അവൈലബിലിറ്റി സോൺ ഉണ്ടോ എല്ലാ അവൈലബിലിറ്റി സോണിലും നമ്മൾക്ക് ഈ EFS അവൈലബിൾ ആയിരിക്കും. ഏത് അവൈലബിലിറ്റി സോണിലും നമ്മൾക്കൊരു EC2 മെഷീൻ ഉണ്ടെങ്കിൽ ആ EFSുമായിട്ട് നമുക്ക് സ്റ്റോറേജ് ഷെയർ ചെയ്യാൻ കഴിയും. ഓക്കെ, ബട്ട് ഞാൻ വൺ സോൺ കൊടുത്തു കഴിഞ്ഞാൽ വൺ സോൺ കൊടുക്കുമ്പോൾ തന്നെ നമ്മളോട് AWS എന്ത് ചോദിക്കും, ഏത് അവൈലബിലിറ്റി സോണിലാണ് നിങ്ങൾക്ക് ഈ EFS വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാനൊരു 1A ആണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ആ EFS എനിക്ക് 1Aയിൽ മാത്രം അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു EC2 മെഷീൻ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, EFSുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഓക്കെ പോസിബിൾ ആണ്. ബട്ട് എനിക്ക് ഇവിടെ ഒരു EC2 ഉണ്ടെങ്കിൽ EFSുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതാണ് എന്ത്, റീജിയണലും വൺ സോണും തമ്മിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ്. ഓക്കെ, ഇവിടെ തന്നെ പറയുന്നുണ്ട് ഓഫേഴ്സ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് അവൈലബിലിറ്റി. അതായത് റീജിയണൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, 3 അല്ലാന്നുണ്ടെങ്കിൽ എത്ര അവൈലബിലിറ്റി സോൺ ഉണ്ടോ അത്രയും അവൈലബിലിറ്റി സോണിൽ നമ്മളുടെ EFS ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ എന്തും കൂടി ഉറപ്പ് വരുത്തുന്നുണ്ട്, ഈ ഒരു സ്റ്റോറേജിൻ്റെ അവൈലബിലിറ്റി. അപ്പോൾ വൺസ് ഈ ഒരു അവൈലബിലിറ്റി സോണിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് ഫെയിലിയർ വന്ന് ആ ഒരു റീജിയൺ നമുക്ക് നഷ്ടപ്പെട്ടാലും ബാക്കി 2 ഇടത്ത് നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ ഫയൽ സിസ്റ്റം നമുക്ക് ആക്സസിബിൾ ആണ് റീജിയണൽ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് റീജിയണൽ എന്താണ്
ഒരു അവൈലബിലിറ്റിയും കൂടി അവിടെ എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമാണ് റീജിയണൽ ചൂസ് ചെയ്താൽ. അപ്പോൾ ബട്ട് വൺ സോണിൻ്റെ കാര്യത്തിലോ, വൺ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സോണിലേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആ ഒരു നെറ്റ്വർക്കിലെയോ അല്ലാതെ തന്നെ ആ ഒരു അവൈലബിലിറ്റി സോണിലോ എന്തെങ്കിലും ഒരു ഫെയിൽ ഓവർ സംഭവിച്ചാൽ നമ്മളുടെ EFS അതിനെയും ബാധിക്കും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഹയസ്റ്റ് അവൈലബിലിറ്റിയും കൂടി ഉറപ്പ് വരുത്തുന്നുണ്ട് റീജിയണൽ എടുത്തു കഴിഞ്ഞാൽ. ജസ്റ്റ് ഇത് വായിച്ച് നോക്കിയാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് അവൈലബിലിറ്റി ടു ഡാറ്റ വിത്തിൻ എ സിംഗിൾ അവൈലബിലിറ്റി സോൺ വിത്ത് ആൻ AWS റീജിയൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. റീജിയണലും വൺ സോണും അതാണ് ഡിഫറൻസ്. ഞാനിപ്പോൾ ഇവിടെ റീജിയണൽ സെലക്ട് ചെയ്തുകൊണ്ട് എനിക്കിവിടെ പ്രത്യേകിച്ച് എനിക്ക് ഏതെങ്കിലും അവൈലബിലിറ്റി സോൺ സെലക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബട്ട് ഞാൻ വൺ സോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഞാനൊരു അവൈലബിലിറ്റി സോൺ ഇവിടെ മസ്റ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ 1A ആണെങ്കിൽ 1A സെലക്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ AP സൗത്ത് 1BO 1CO ഞാൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു സോണിലായിരിക്കും എന്തുണ്ടായിരിക്കുക, നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ സിസ്റ്റം ലോഞ്ച് ആവുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് റീജിയണലാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ അവിടെ ഡിസേബിൾഡ് ആണ്. ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്. ഓക്കെ, ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്ക് നല്ല രീതിയിൽ കോസ്റ്റ് ഒപ്റ്റിമൈസേഷനൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ്. ഇൻഫ്രീക്വൻറ്റ് ആക്സസ് എന്നൊക്കെ പറയും, അതായത് IA ഇവിടെ കാണാം, ഇൻഫ്രീക്വൻറ്റ് ആക്സസ് IA. ഓട്ടോമാറ്റിക്കലി സേവ് മണി ആസ് ആക്സസ് പാറ്റേൺസ് ചേഞ്ച് ബൈ മൂവിങ് ഫയൽസ് ഇൻ ടു ദ ഇൻഫ്രീക്വൻറ്റ് ആക്സസ്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ EFSൽ വരുന്ന ഒരു സ്പെഷ്യൽ എന്താ പറയുക, ഒരു കാറ്റഗറി, ഒരു മോഡാണ് IA. ഇൻഫ്രീക്വൻറ്റ് ആക്സസ്. ഇത് ആക്ച്വലി എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ കോസ്റ്റ് EFSൽ വരുന്ന പ്രൈസിങ്, AWS നമുക്ക് ഈടാക്കുന്ന പ്രൈസിങ്ങിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഫോർ എക്സാമ്പിൾ ഇത് എൻ്റെ എന്താണ് ഒരു EFS ഫയൽ സിസ്റ്റം ആണ്, ഒരു സ്റ്റോറേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആസ് ഓഫ് നോ എന്തുണ്ട്, ഒരു 10 GB ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക, 10 GB ഉണ്ട്. ഓക്കെ, ബട്ട് ഇതിലോട്ട് എന്ത് വരുന്നില്ല, യാതൊരു രീതിയിലുള്ള എന്താ റീഡ് റൈറ്റ് ഓപ്പറേഷനോ അല്ലാന്നുണ്ടെങ്കിൽ റിക്വസ്റ്റോ. ഇപ്പോൾ ഒരു EC2 മെഷീൻ, ഫോർ എക്സാമ്പിൾ ഒരു EC2 മെഷീനുമായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിലോട്ട് തൽക്കാലം എന്ത് വരുന്നില്ല, 10 GB ഡാറ്റ ഉണ്ടെങ്കിൽ പോലും EFS സ്റ്റോറേജിൽ നിന്ന് എടുക്കുന്ന രീതിയിലുള്ള റീഡ് റൈറ്റ് ഓപ്പറേഷനോ മറ്റെന്തെങ്കിലും ട്രാൻസാക്ഷനോ ഡാറ്റ ട്രാൻസാക്ഷനോ കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ എന്താണ്, ഒരു ലോജിക്കലായി തിങ്ക് ചെയ്യുമ്പോൾ ആ EFS അവിടെ വെറുതെ ഇരിക്കുകയാണല്ലേ. ബട്ട് നമ്മൾക്കത് ആവശ്യമുണ്ട്, പക്ഷേ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ചിലപ്പോൾ അതിലോട്ട് എന്ത് പോകുന്നുണ്ടായിരിക്കില്ല, യാതൊരു രീതിയിലുള്ള റിക്വസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പറേഷനോ കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം, ഒരു 7 ദിവസം ഈ ഒരു EFSലോട്ട്, ഫോർ എക്സാമ്പിളാണ്, ഒരു 7 ദിവസമായിട്ട് നമ്മളുടെ EFSലോട്ട് ഏത് റിസോഴ്സസ് നിന്നായാലും യാതൊരു രീതിയിലുള്ള ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ AWSനോട് എന്ത് പറയാം, 7 ദിവസമായിട്ടും ഇതിലോട്ട് ഒരു ആക്സസോ ഒരു ഓപ്പറേഷനോ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ EFSലെ ഫയൽസിനെ അല്ലാണ്ട് ഡാറ്റാസിനെ എങ്ങോട്ട് പുഷ് ചെയ്യാൻ പറയാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഫ്രീക്വൻറ്റ് ആക്സസ് എന്ന് പറയുന്ന IA മോഡിലോട്ട് പുഷ് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോൾ IA മോഡിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ എത്രയാണോ പ്രൈസിങ് വരുന്നത് നമ്മളുടെ ഈ ഒരു 10 GB സ്റ്റോറേജിന്, അത്രയും പ്രൈസിങ് ഇവിടെ വരത്തില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ IA കൊണ്ടുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു മന്ത്ലി വരുന്ന കോസ്റ്റിൽ എന്താണ്, നമുക്ക് കുറച്ച് എമൗണ്ട് അവിടെ കോസ്റ്റ് സേവ് ചെയ്യാം, ഒപ്റ്റിമൈസ് ചെയ്യാം, റൈറ്റ്. അപ്പോൾ അതാണ് എന്ത് IA. ബട്ട് ഇത് വീണ്ടും സ്റ്റാൻഡേർഡ് നമ്മളുടെ ഫോർമാറ്റിലോട്ട് പോകും, അതും നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ 7 ദിവസമായിട്ട് ഈ EFS സ്റ്റോറേജിലോട്ട് യാതൊരു രീതിയിലുള്ള ഓപ്പറേഷനും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, IFS അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വെറുതെ ഇരിക്കുമ്പോൾ
ഓപ്പറേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിലും ഇപ്പം എത്രയാണോ ഒരു $1 ആണ് പെർ ഹവറിന് എന്നുണ്ടെങ്കിൽ ആ $1 ഇങ്ങനെ ഈടാക്കുന്നുണ്ടായിരിക്കും. അതിലോട്ട് ഓപ്പറേഷൻ ഒന്നും പോകുന്നില്ലെങ്കിൽ പോലും. പക്ഷെ നമുക്ക് അവരോട് എന്ത് പറയാം? അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഒരു 7 ദിവസമായിട്ടും അല്ലാണ്ട് ഒരു 30 ദിവസമായിട്ട് ഇതിലോട്ട് ഓപ്പറേഷൻ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം ഇതിലുള്ള ഡാറ്റാസിനെ IAM മോഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാം. അതൊക്കെ ഈ AWS മാനേജ് ചെയ്യും. നമ്മൾ ജസ്റ്റ് ഒരു കോൺഫിഗറേഷൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മേ ബി ഇവിടെ $1 ഉണ്ടാവണമെന്നില്ല, അതിലും കുറഞ്ഞ ഏതെങ്കിലും ഒരു എമൗണ്ട് ആയിരിക്കാം. $1 എന്നുള്ളതും ഇതൊക്കെ കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ആണ്, അതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് അല്ല. ഓക്കെ, ഞാൻ ഒരു മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ്, ഒബ്വിയസ്ലി ഇത് നമ്മൾക്കൊരു കോസ്റ്റ് സേവിങ് ഓപ്ഷനും കൂടിയാണ്. ഓക്കെ, ബട്ട് നമ്മൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? ഏതെങ്കിലും ഒരു ടൈമിൽ ഫസ്റ്റ് ഓപ്പറേഷൻ നമ്മളുടെ EFSലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ IAM മോഡിൽ നിന്നും ബാക്ക് നമ്മളുടെ സ്റ്റാൻഡേർഡ് മോഡിലോട്ട് പോകണമെന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിലോട്ട് ഓപ്പറേഷൻ ഒന്നും പോകണില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു IAM മോഡിലോട്ട് ഇടാം. അതിലോട്ട് എപ്പോഴെങ്കിലും ഒരു ഓപ്പറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ, ഒരു റീഡോ റൈറ്റോ ഓപ്പറേഷൻ എന്തെങ്കിലും വരുന്ന ടൈമിൽ ബാക്ക് എങ്ങോട്ട് തന്നെ പോവാം? നമ്മളുടെ സ്റ്റാൻഡേർഡ് മോഡിലോട്ട് തന്നെ പോകും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സെറ്റ് ചെയ്യുന്നത് പോസിബിളാണ്. ട്രാൻസിഷൻ ഇൻ ടു ഇൻഫ്രീക്വൻ്റ് ആക്സസ്, അതായത് ഇൻഫ്രീക്വൻ്റ് ആക്സസിലോട്ട് എപ്പോൾ ട്രാൻസിഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സിൻസ് ലാസ്റ്റ് ആക്സസ്, അതായത് ലാസ്റ്റ് ആക്സസ് ഒരു ദിവസം മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യാം. അതല്ല, ഒരു 7 ദിവസം മുന്നെയാണ് ലാസ്റ്റ് ആക്സസ് നടന്നിട്ടുള്ളത്, ഇപ്പോൾ ഒരു 7 ദിവസമായിട്ട് ആക്സസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളുടെ ഇഷ്ടമാണ്. ഓക്കെ, നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ഡേ കൊടുക്കാം, 7 ഡേ കൊടുക്കാം, അതല്ല 14 ഡേ കൊടുക്കാം, 30 ഡേയ്സ് കൊടുക്കാം, എന്തും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 7 ഡേയ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു EFSലോട്ട് ഒരു 7 ദിവസമായിട്ട് ആക്സസുകളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ EFSലെ ഡാറ്റയെ മുഴുവനായിട്ട് ട്രാൻസിഷൻ ചെയ്യും. എങ്ങോട്ട്? ഇൻഫ്രീക്വൻ്റ് ആക്സസ് എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ മോഡിലോട്ട്. അതിൻ്റെ ആർക്കൈവിനൊക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യുന്നത് പോസിബിളാണ്. അതുപോലെ തന്നെ ട്രാൻസിഷൻ ഇൻ ടു സ്റ്റാൻഡേർഡ്, ഇപ്പോൾ നിൽക്കുന്നത് IAM മോഡിലാണെന്നുണ്ടെങ്കിൽ എപ്പോൾ സ്റ്റാൻഡേർഡ് മോഡിലോട്ട്, നമ്മളുടെ പഴയ ആ ഒരു സ്റ്റാൻഡേർഡ് മോഡിലോട്ട് എപ്പോൾ പോകണം എന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഓൺ ഫസ്റ്റ് ആക്സസ് എന്താണ്, ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് നമ്മൾ അതിനാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ട്രാൻസിഷൻ ഇൻഫ്രീക്വൻ്റ് ആക്സസിലോട്ടും അവിടുന്ന് ബാക്ക് നമ്മളുടെ സ്റ്റാൻഡേർഡിലോട്ടും എപ്പോൾ പോകണം എന്നുള്ള ഒരു സംഭവം ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യുന്നതും പോസിബിളാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻക്രിപ്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ഡിഫോൾട്ട് എനേബിൾഡ് ആണ്. എൻക്രിപ്ഷനിൽ കൂടുതൽ കസ്റ്റമൈസേഷനൊന്നും നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. അതുപോലെ ത്രൂപുട്ട് മോഡ് നമ്മൾ പറഞ്ഞ് ഒരു ഡിസ്കിനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജിനെ അപേക്ഷിച്ച് നമ്മൾ അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യൽ എന്തിലാണ്? ത്രൂപുട്ടിലാണ് അല്ലേ. അതായത് EBSൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു IOPS അല്ലേ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ ഇതിൻ്റെ ത്രൂപുട്ടിന് 2 ടൈപ്പ് ഉണ്ട്, എൻഹാൻസ്ഡ് മോഡുണ്ട്, ബേസ്റ്റിംഗ് മോഡുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും എന്താണ്? അതിൻ്റെ പെർഫോമൻസിൽ വരുന്ന ഡിഫറൻസുകളാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ റെക്കമെൻഡ് ആയിട്ടുള്ള അല്ലാതെ ബൈ ഡിഫോൾട്ട് നമ്മൾക്ക് വരുന്ന ഒരു ഓപ്ഷനാണ് എൻഹാൻസ്ഡ്. പ്രൊവൈഡ് മോർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹയർ ത്രൂപുട്ട് ലെവൽസ് ഫോർ വർക്ക്ലോഡ്സ് വിത്ത് എ റേഞ്ച് ഓഫ് പെർഫോമൻസ് റിക്വയർമെൻറ്റ്. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് ത്രൂപുട്ട് ദാറ്റ് സ്കെയിൽസ് വിത്ത് ദ എമൗണ്ട് ഓഫ് സ്റ്റോറേജ്. രണ്ടും എന്താണ്? ഒന്ന് ഫ്ലെക്സിബിലിറ്റിയും ഒന്ന് സ്കെയിലും, രണ്ടും 2 രീതിയിൽ വർക്ക് ചെയ്യുന്ന 2 എന്താ പറയുക ഡിഫറെൻറ്റ് മോഡുകളാണ്. ഇപ്പോൾ എൻഹാൻസ്ഡ് മോഡ് ഉണ്ട്, അതുപോലെ ഇലാസ്റ്റിക് ഒക്കെ റെക്കമെൻഡ് AWS റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊവിഷൻഡ് എടുക്കാം, ബട്ട് റെക്കമെൻഡ് ആയിട്ടുള്ളത് ഏതാണ്? ഇലാസ്റ്റിക് ആണ്. അതായത് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഒക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മളൊരു 100 GB സ്റ്റോർ ചെയ്യുമ്പോൾ EFS എന്ത് ചെയ്യും? അത് ഇലാസ്റ്റ് ചെയ്യും അല്ലേ. ഒരു 1000 GB ആകുമ്പോൾ അത് 1000ലോട്ട് ഇലാസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഇലാസ്റ്റിക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ബൈ ഡിഫോൾട്ട് ആയിട്ട് തന്നെ എനേബിൾഡ് ആണ്. അഡീഷണൽ സെറ്റിങ്സ് കാര്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിങ്സിൽ എന്തുണ്ട്? പെർഫോമൻസ് മോഡ് ഉണ്ട്, അതായത് ജനറൽ പർപ്പസ്, അതാണ് അതിൽ റെക്കമെൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ റെക്കമെൻഡ് ആയത് തന്നെയാണ് ഇപ്പോൾ അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് ഈ മാക്സ് IO എന്ന് പറയുന്നത് എന്താണ്? ആസ് ഓഫ് നൗ നമ്മൾക്കത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ബട്ട് അത് എനേബിൾ ചെയ്യാം. നമ്മൾ ഈ ത്രൂപുട്ട് മോഡ് ബേസ്റ്റിംഗ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ
നമ്മൾക്ക് ഇവിടെ മാക്സ് IO അതായത് മാക്സിമം ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾക്ക് അവിടെ എന്താ പറയുക സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. എനേബിൾ ചെയ്യുന്നത് പോസിബിളാണ്. ശരിക്കും ഇതൊക്കെ നമ്മൾ ഈ ത്രൂപുട്ട് മോഡും ഈ പെർഫോമൻസ് മോഡൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒബ്വിയസ്ലി നമ്മളുടെ അപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ മുന്നേ നമ്മളൊരു സെഷനിൽ പറഞ്ഞായിരുന്നു പല രീതിയിലുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾക്ക് പാരലലി ഒരുപാട് വർക്ക് ലോഡ്സ് വരുന്ന ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ ഒരു സിനാരിയോ ആണ് നമ്മൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്റ്റിങ്ങിൽ മാക്സിമം ഒക്കെ എടുക്കാം. അതല്ല ഒരു ബിഗ് ഡാറ്റ പോലത്തെ ഒരു വലിയ ഒരു വർക്ക് ലോഡൊക്കെ വരുന്ന അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ബേസ്റ്റിങ് ഈ മാക്സ് ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ അപ്ലിക്കേഷന്, അല്ലാണ്ട് അപ്ലിക്കേഷൻ്റെ ഒരു ബിഹേവിയർ, നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇതൊക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആസ് ഓഫ് നോ ഞാൻ എൻഹാൻസ്ഡ് റെക്കമെൻഡ് ആയിട്ടുള്ള ഈ സംഭവങ്ങളാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ജനറൽ പർപ്പസ്, അതുപോലെ ഇലാസ്റ്റിക്. ഓക്കെ, ഇവിടെ ഒരു ടാഗ് നെയിം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഓപ്ഷണൽ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റീജിയണൽ ആണല്ലേ സെലക്ട് ചെയ്തത്. റീജിയണൽ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ മൗണ്ട് ടാർഗറ്റ്സ് കണ്ടോ, 3 അവൈലബിലിറ്റി സോണിലും എന്ത് ക്രിയേറ്റ് ആവാൻ പോകുന്നുണ്ട്, നമ്മളുടെ EFSൻ്റെ മൗണ്ട് പോയിന്റുകൾ ക്രിയേറ്റ് ആവാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കും, ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കും. നമ്മൾ EBS നമ്മൾ ENI ഒക്കെ പഠിച്ച ടൈമിൽ നമ്മൾ സെക്യൂരിറ്റി ഗ്രൂപ്പൊക്കെ അറ്റാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഫയൽ സിസ്റ്റത്തിനും എന്തുണ്ടായിരിക്കും, ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിരിക്കും. ഓക്കെ, സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ ഈ ID ഞാൻ എടുക്കും. ഓക്കെ, നമുക്ക് വേണമെന്ന് എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കസ്റ്റമായിട്ടുള്ള നമ്മളുടെ സ്വന്തം ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അതും പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് ഇവിടെ ക്രിയേറ്റ് ആവാൻ പോകുന്ന, ക്രിയേറ്റ് ആയിട്ടുണ്ടാവില്ല. ഇതാണ് ഏത് ഇവിടെ പറയുന്ന 118 കണ്ടോ, എല്ലാത്തിനും ഒരേ സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സെക്യൂരിറ്റി ഗ്രൂപ്പ് അതിൽ ഏതൊക്കെ ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും റൂൾസാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടോ, ഇൻബൗണ്ട് റൂൾസിൽ എന്താ കൊടുത്തിട്ടുള്ളത്, ഓൾ ട്രാഫിക്. കണ്ടോ, ഓൾ ട്രാഫിക്, അതായത് ജസ്റ്റ് ഒരു ഡിഫോൾട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. ആർക്കും എന്ത് ചെയ്യാം, ഓൾ ട്രാഫിക് ആണ് അവിടെ എനേബിൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കസ്റ്റമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് കൊടുക്കുകയാണ്, EFSSG എന്ന് കൊടുക്കുകയാണ്. EFSSG, അതിനെന്തെങ്കിലും ഡിസ്ക്രിപ്ഷനോ നമ്മുടെ VPC പറഞ്ഞു കൊടുക്കണം, ഏത് VPCയിലാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. അതായത് EFS ക്രിയേറ്റ് ചെയ്യുന്നതും ഈ സെക്യൂരിറ്റി ഗ്രൂപ്പും ഒരു VPCയിലായിരിക്കണേ. ഇൻബൗണ്ട് റൂൾസിൽ നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് NFS, ഞാൻ പറഞ്ഞ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം, NFS സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ NFSൻ്റെ പോർട്ട് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളവിടെ ഏറ്റവും ലീസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു റൂൾ എന്ന് പറഞ്ഞത്. ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് പോസിബിളാണ്, ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം, അതും പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ആസ് ഓഫ് നോ ഞാൻ ഈ ഡിഫോൾട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ എന്ത് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോളിസിയൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും JSON ഫോർമാറ്റിലൊക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ആക്സസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളിസി രീതിയിലൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം നമുക്ക് അതൊന്നും വേണ്ട, ഞാനിവിടെ നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഫയൽ സിസ്റ്റത്തിൻ്റെ നെയിം, അതിൻ്റെ പെർഫോമൻസ് മോഡ്, ത്രൂപുട്ട് മോഡ്, അതുപോലെ എൻക്രിപ്ഷൻ, ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്, VPC ID, അതിൻ്റെ ഒരു ഓവറോൾ ഒരു പ്രിവ്യൂ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, മൗണ്ട് ടാർഗറ്റ്സ് കാര്യങ്ങൾ, സബ്നെറ്റ്, അതിൻ്റെ ID ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്ത EFS ഇവിടെ നമുക്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് DNS നെയിം കാര്യങ്ങൾ, ഓക്കെ, എല്ലാ സംഭവങ്ങളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മെറ്റാഡാറ്റ. അപ്പോൾ ഈ DNS നെയിമൊക്കെ നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു EC2 മെഷീനുമായിട്ട് മാത്രം
അറ്റാച്ച് ചെയ്യാന്നുള്ള രീതിയില്ലാതെ വേറെയും പല രീതിക്കും നമുക്ക് ഫയൽ സിസ്റ്റം യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യൂബർനെറ്റ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ PV, അതായത് പെർസെൻറ്റ് വോളിയം ക്ലൈം ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ ടൈമിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് മോഡുകൾ EBS EFS ഓക്കെ അങ്ങനെ പലതും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇത്തരം മൗണ്ട് പോയിന്റ് ഒക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പോസിബിൾ ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് എന്താ പറയുക, ഇത് ഷെയർഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഷെയർഡ് സ്റ്റോറേജ് ആണ്. അപ്പോൾ അത് എങ്ങനെ ഉള്ളൊരു സംഭവം, അതായത് ഞാൻ 2 EC2 മെഷീനൊക്കെ ലോഞ്ച് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആട്ടോ. മൗണ്ട് വിയ IP, മൗണ്ട് വിയ DNS വഴിയൊക്കെ നമുക്ക് ഇവിടെ കമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയും നമുക്ക് അറ്റാച്ച് ചെയ്യുന്നത് പോസിബിൾ ആണ്. ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് EC2 എടുക്കുന്നുണ്ട്. ഞാനൊരു എന്താ ചെയ്യാണ്, ഒരു EC2 ഇൻസ്റ്റൻസ് ഞാൻ ജസ്റ്റ് സ്പിൻ അപ്പ് ചെയ്യാണ്. ഞാനിവിടെ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുത്തു. ജസ്റ്റ് ഞാൻ EFS1 ഓക്കെ, EFS1 എന്ന പേരിൽ ഞാനൊരു സെർവർ ജസ്റ്റ് ഞാൻ എന്താണ് ക്രിയേറ്റ് ചെയ്യണം. ഉബുണ്ടു സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, T2 മൈക്രോ മതി. പേര് സീക്രട്ട് കീസ് ഞാനൊരു കീ പെയർ പറഞ്ഞു കൊടുത്തു. ഓക്കെ, നെറ്റ്വർക്ക് ഇപ്പോൾ ആസ് ഓഫ് നോ നമുക്കറിയാം നമ്മുടെ അടുത്ത് ആകെ എന്തുള്ളൂ, ഡിഫോൾട്ട് VPC മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇവിടെ സബ്നെറ്റ് കണ്ടോ, അതായത് സബ്നെറ്റ് എന്താ ഇപ്പോൾ കിടക്കുന്നത്, നോ പ്രിഫറൻസ് ആണ്. റൈറ്റ്, എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ VPC ഇവിടുന്ന് സെലക്ട് ചെയ്യാം. സബ്നെറ്റ് നോ പ്രിഫറൻസാണ് കിടക്കുന്നത്. താഴെ വന്നു കഴിഞ്ഞാൽ 3 അവൈലബിലിറ്റി സോൺ കാണാം അല്ലേ. നോ പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഈ ലോഞ്ച് ആവുന്ന, ഈ സ്പിന്നപ്പ് ആവുന്ന ഈ ഒരു EC2 മെഷീന് ഏതെങ്കിലും ഒരു അവൈലബിലിറ്റി സോണിലായിരിക്കും എന്താവുന്നത്, ലോഞ്ച് ആവുന്നത്. മേ ബി 1A അതല്ലെങ്കിൽ 1B 1C ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു സബ്നെറ്റിലായിരിക്കും എന്താവുക, ലോഞ്ച് ആവുന്നത്. അതുകൊണ്ടാണ് നോ പ്രിഫറൻസ് കിടക്കുന്നത്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു സബ്നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, കാരണം അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നോ പ്രിഫറൻസിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക, റാൻഡം ആയിട്ടുള്ള ഒരു അവൈലബിലിറ്റി സോണിലായിരിക്കും ലോഞ്ച് ആവുന്നത്. ഓട്ടോ അസൈൻ പബ്ലിക് IP ഒക്കെ എനേബിൾഡ് ആണ്. ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ആയിട്ടുള്ള ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിഫോൾട്ട് 1 സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു 8GB വോളിയം മതി, കാര്യങ്ങളൊക്കെ മതി. GP3 വേണ്ട, GP2 സെലക്ട് ചെയ്യണം ഞാൻ. ഓക്കെ, ഇവിടെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മളുടെ റൂട്ട് വോളിയത്തിൽ എന്തുണ്ടായിരിക്കും, ഒരു EFS ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ മുന്നേ കണ്ടായിരുന്നു. ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, അതിലൊരു ഫയൽ സിസ്റ്റം ഉണ്ട്. EFSൻ്റെ ഒരു ഫയൽ സിസ്റ്റം അതിൻ്റെ കൂടെ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യണേ, ഈ ഫയൽ സിസ്റ്റത്തിന് പകരം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു ഫയൽ സിസ്റ്റം ഉണ്ടല്ലോ, ഞാൻ അത് എന്ത് ചെയ്യണേ, ഇവിടെ പറഞ്ഞു കൊടുക്കണം. അതവിടെ പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഏതെങ്കിലും നോ പ്രിഫറൻസ് കൊടുത്താൽ പോരാ, ഏതെങ്കിലും ഒരു ചുമ്മാ ഞാനൊരു അവൈലബിലിറ്റി സോൺ പറഞ്ഞു കൊടുത്തു. ഞാൻ 1A കൊടുക്കണം. കണ്ടോ, AP സൗത്ത് 1A. ശ്രദ്ധിക്കണേ, 1A എന്ന് പറയുന്ന അവൈലബിലിറ്റി സോണിലാണ് ഈ EC2 മെഷീന് ലോഞ്ച് ആവേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു എന്ത് കൊടുന്നു, ആഡ് ഷെയർഡ് ഫയൽ സിസ്റ്റം. നമുക്ക് നമ്മളുടെ നമ്മളുടെ ഫയൽ സിസ്റ്റം, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ സിസ്റ്റം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ സിസ്റ്റം മൈ ഡെമോ EFS2 ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എന്താണ്, ഫയൽ സിസ്റ്റം ആണ് അല്ലേ.
എവിടെ മൈ ഡെമോ EFS2 അത് എനിക്കിവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്ര വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഇവിടെ ആഡ് ഷെയർഡ് ഫയൽ സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു മൗണ്ട് പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്, /mnd/EFS/FS1 എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് ഈ ഫയൽ സിസ്റ്റം, ഈ EFSൻ്റെ ഫയൽ സിസ്റ്റം മൗണ്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ EBSൻ്റെ ടൈമിൽ നമ്മൾ EBS വോളിയൊക്കെ മൗണ്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തന്നായിരുന്നു. അതുപോലെ ഒരു മൗണ്ട് പോയിന്റ് EFSനുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ 2 ടിക്ക് മാർക്ക് കാണാം. ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആൻഡ് അറ്റാച്ച് സെക്യൂരിറ്റി ഗ്രൂപ്പ്സിൻ്റെ ഒരു ടിക്ക് മാർക്ക് അവിടെ ഉണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക്കലി മൗണ്ട് ഷെയർഡ് ഫയൽ സിസ്റ്റം ബൈ അറ്റാച്ചിങ് റിക്വേർഡ് യൂസർ ഡാറ്റ സ്ക്രിപ്റ്റ്. അതായത് ഇതിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ EFS ഫയൽ സിസ്റ്റം പറഞ്ഞു കൊടുത്ത് ഞാൻ ഇതിവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഈ ഫയൽ സിസ്റ്റം മൗണ്ട് ചെയ്യും. നമ്മൾ മാനുവലി EBS മൗണ്ട് ചെയ്ത പോലെ പോയിട്ട് മൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഇത് മൗണ്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി? ബൈ യൂസിങ് യൂസർ ഡാറ്റ. അപ്പോൾ താഴോട്ട് അഡ്വാൻസ്ഡിൽ വന്നു കഴിഞ്ഞാൽ യൂസർ ഡാറ്റ ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നോ അത് ഇൻസ്റ്റൻസ് അവിടെ ലോഞ്ച് ആവുന്ന ടൈമിൽ എക്സിക്യൂട്ട് ആവും. കണ്ടോ, ഇതിൽ ഒരു യൂസർ ഡാറ്റ കിടക്കുന്നുണ്ട്, നല്ലൊരു യൂസർ ഡാറ്റ കിടക്കുന്നുണ്ട്. ഈ യൂസർ ഡാറ്റയിൽ എന്താണ് പറയുന്നത്? ഇത് ഞാൻ എഴുതിയതല്ല കേട്ടോ, ഇത് AWS തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ഒരു സ്ക്രിപ്റ്റാണ്. അതായത് ആ ഫയൽ സിസ്റ്റം മൗണ്ട് ചെയ്യാനുള്ള എന്താണ് ഒരു യൂസർ ഡാറ്റ ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് മൗണ്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് ജസ്റ്റ് ഇവിടെ അൺടിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ യൂസർ ഡാറ്റ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾക്കത് ഓട്ടോമാറ്റിക്കലി അവിടെ മൗണ്ട് ചെയ്തോട്ടെ, അതുകൊണ്ട് നമ്മളുടെ പണി കുറച്ച് കുറഞ്ഞു കിട്ടും. ഓക്കെ, ഇത്രയും ഞാൻ കൊടുക്കുന്നുള്ളൂ. User data was automatically generated. It includes the command needed to mount the specified file system. അത് നമ്മളിപ്പോൾ ഇവിടെ മാനുവലി പറഞ്ഞു കൊടുത്ത നമ്മളുടെ കസ്റ്റം ഫയൽ സിസ്റ്റം മൗണ്ട് ചെയ്യാനുള്ള ഒരു യൂസർ ഡാറ്റ ഞാനിവിടെ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കും. ആ ഇൻസ്റ്റൻസ് അവിടെ ലോഞ്ച് ആയി വരട്ടെ. ഓക്കെ, ഞാൻ സെയിം ടൈം ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ വേറൊരു ഇൻസ്റ്റൻസും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, രണ്ടാമത് ഒരു ഇൻസ്റ്റൻസും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ എന്താ പേര് കൊടുത്തത്, മൈ EFS2. നേരത്തെ മുന്നേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത, അതായത് ജസ്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സെർവറിന് മൈ EFS1 എന്നാണ്. ഇതിന് ഞാൻ മനസ്സിലാവാൻ വേണ്ടി മൈ EFS2 എന്ന് കൊടുത്ത് സെയിം ഉബുണ്ടു തന്നെ കൊടുക്കുന്നു. T2 മൈക്രോ മതി. ഞാനൊരു കീപെയർ പറഞ്ഞു കൊടുത്തു. എഡിറ്റിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണേ, നേരത്തെ ഞാൻ ഏത് അവൈലബിലിറ്റി സോണിലാണ് സ്പിന്നപ്പ് ചെയ്തത്, മെഷീന് 1A അല്ലേ. ഇവിടെ ഞാൻ എന്ത് ചെയ്യണേ, 1Bയിൽ വേറൊരു അവൈലബിലിറ്റി സോണിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. 1B കണ്ടോ, AP സൗത്ത് 1B ഞാൻ സെലക്ട് ചെയ്തു. ഡിഫോൾട്ട് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പ് തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, GP3 വേണ്ട, GP2 മതി. GP3 ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇവിടെ ആഡ് ഷെയർഡ് ഫയൽ സിസ്റ്റത്തിനുള്ള ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ വീണ്ടും എന്താ ചെയ്യണത്, നമ്മളുടെ നേരത്തെ അറ്റാച്ച് ചെയ്ത സെയിം ഫയൽ സിസ്റ്റമാണ് ഞാൻ ഇവിടെയും അറ്റാച്ച് ചെയ്യുന്നത്. മൈ ഡെമോ EFS2 എന്ന് പറയുന്ന നമ്മളുടെ ഫയൽ സിസ്റ്റം മൗണ്ട് പോയിന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ അത് പറഞ്ഞു കൊടുത്ത് മറ്റേ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, 2 EC2 ഇൻസ്റ്റൻസ് ഡിഫറെൻ്റ് അവൈലബിലിറ്റി സോണിൽ സെയിം ഫയൽ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ലോഞ്ച് ആവുന്നത് അല്ലേ. യൂസ്ഡ് ആവല്ലേ, പറഞ്ഞുതരാം. 2 കണ്ടോ, മൈ EFS1 ഉണ്ട്, മൈ EFS2 ഉണ്ട്. ഇവിടെ ആക്ച്വലി ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇത് നമ്മളുടെ VPC ആണല്ലേ. അപ്പോൾ ഈ VPCക്ക് അകത്ത് എന്തുണ്ട്, 3 അവൈലബിലിറ്റി സോൺ ഉണ്ട്.
പക്ഷെ നമ്മൾ രണ്ടെണ്ണത്തിലാണ് ഇപ്പോൾ സ്പിന്നപ്പ് ചെയ്ത്, അതാണ് രണ്ടെണ്ണം വരക്കണുള്ളൂ, കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. 1A 1B എന്ന് പറയുന്ന 1A 1B എന്ന് പറയുന്ന രണ്ട് അവൈലബിലിറ്റി സോൺ ഉണ്ട്. ഓക്കെ, ഈ രണ്ടിലും ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഞാനൊരു EC2 ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഈ അവൈലബിലിറ്റി സോണിലും ഞാനൊരു EC2 ലോഞ്ച് ചെയ്തു. റൈറ്റ്, ശരിയല്ലേ? ഇവിടെ വന്നാൽ കാണാം, കണ്ടോ, രണ്ടെണ്ണം അവൈലബിലിറ്റി സോൺ ഏതാണ്? ഒരെണ്ണം 1Aയിലും ഒരെണ്ണം 1Bയിലും ആണ്. ഓക്കെ, ഇനി ഞാൻ എന്താ പോകുന്നത്, എനിക്കൊരു EFS ഉണ്ട് അല്ലേ, ഒരു EFS ഉണ്ട്. എന്തായാലും അതിൻ്റെ പേര് മൈ ഡെമോ EFS2. ഓക്കെ, ഈ ഒരു ഒറ്റ, അതായത് ഒരു EFSനാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, രണ്ട് മെഷീനുമായിട്ടും കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ, ശരിയല്ലേ? നമ്മൾ കണക്ട് ചെയ്തത് ഈ EFSനാണ്, ഇങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തു. ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണേ, 1Aയിലുള്ള ഈ ഒരു EC2 മെഷീനിൽ ഞാൻ കയറിയിട്ട് ഞാൻ ഈ EFS ഞാൻ ആക്സസ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇതിലോട്ട് ജസ്റ്റ് ഞാൻ അക്സസ് ചെയ്യാണ്. ഞാൻ ഇവിടെ നിന്ന് തന്നെ കണക്ട് കൊടുക്കണം. നമ്മുടെ ഫസ്റ്റ് മെഷീനാണ്, മൈ EFS1 എന്ന് പറയുന്ന മെഷീനാണ്. ഇൻസ്റ്റൻസ് നെറ്റ്വർക്ക് സെറ്റിംഗ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അതിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ രണ്ടെണ്ണം. ഞാൻ അവിടെ സെലക്ട് ചെയ്ത എന്താ പറയുക, നമ്മുടെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ SSH പോർട്ട് ഓപ്പൺ അല്ല, അതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് SSH ഇവിടെ എനേബിൾഡ് ആക്കുന്നുണ്ട്. മൈ EFS1 എന്ന് പറയുന്ന നമ്മുടെ അവൈലബിലിറ്റി സോൺ 1Aയിൽ കിടക്കുന്ന മെഷീനിലോട്ടാണ് ഞാനിപ്പോൾ കയറുന്നത്. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ EC2 മെഷീൻ അകത്താണ്. ജസ്റ്റ് ഒരു ആപ്റ്റ് അപ്ഡേറ്റ് അടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ മൗണ്ട് പോയിന്റ് എവിടെയായിരുന്നു, CD/MNDക്കകത്ത് EFS അല്ലേ, EFSൻ്റെ അകത്ത് FS1. ഓക്കെ, FS1
ഇതായിരുന്നു നമ്മൾ അറ്റാച്ച് ചെയ്ത നമ്മളുടെ ഫയൽ സിസ്റ്റത്തിൻ്റെ മൗണ്ട് പോയിന്റ്, റൈറ്റ്? മൗണ്ട് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യമായിട്ട് ഒന്നുമില്ല അല്ലേ. ഞാനിവിടെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് sudo ടച്ച് കമാൻഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു file1.txt എന്ന് പറയുന്ന ഒരു ഫയൽ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ടച്ചിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, LS അടിച്ച് എന്ത് കാണാം, നമ്മുടെ ഫയൽ കാണാം. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് ചെറിയ ഒരു എന്തെങ്കിലും ഒരു കോണ്ടൻറ്റും കൂടി ഞാൻ ഇടണം. file1.txt അകത്ത് ഹലോ വേൾഡ് എന്നുള്ള ഒരു കമൻറ്റ് ഞാൻ കൊടുക്കും. ഇപ്പം എന്തുണ്ട്, നമ്മളുടെ EFS നമ്മൾ അറ്റാച്ച് ചെയ്ത EFSൽ ഞാൻ ജസ്റ്റ് കുറച്ച് ഡാറ്റ ഞാൻ കൊടുത്തു അല്ലേ. ഞാനൊരു ഫയലും ക്രിയേറ്റ് ചെയ്തു. ആ ഫയലിൻ്റെ അകത്ത് കുറച്ച് എന്തെങ്കിലും ഡാറ്റ ജസ്റ്റ് ഞാനൊരു ഹലോ വേൾഡ് എന്ന് കൊടുത്ത് LS അടിച്ചാൽ എന്ത് കാണാം, നമ്മുടെ ഫയൽ കാര്യങ്ങളൊക്കെ കാണാം. മൗണ്ട് പോയിന്റും ഇവിടെ ഉണ്ട്, /mnd EFS FS1ൽ മൗണ്ട് പോയിന്റ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തൽക്കാലം എന്തുണ്ട്, നമ്മളുടെ EFSനകത്ത് ഡാറ്റ ഉണ്ട് അല്ലേ. ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഈ സെർവറിൽ കയറി 1Aയിലുള്ള സെർവറിൽ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്തു, EFSലോട്ട് ഞാൻ ഡാറ്റ പുഷ് ചെയ്തു. അതായത് file1.txt എന്ന് പറയുന്ന ഒരു ഫയൽ ഞാൻ അവിടെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അതൊരു ഡാറ്റ ആണല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സെർവറിൽ കയറണം. ഓക്കെ, 1Bയിലുള്ള സെർവറിൽ കയറി കഴിഞ്ഞാലും എനിക്ക് എന്ത് കാണണം, ഈ സെർവറിൽ നിന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത എൻ്റെ ഈ ഡാറ്റ എനിക്ക് ഈ സെർവറിൽ നിന്നും കാണണം. അപ്പോഴാണല്ലോ ഇത് ഷെയർഡ് ആണെന്നൊക്കെ നമ്മൾ പറയണത്. ഓക്കെ, അതായത് രണ്ട് മെഷീനും ഒരു EFS തന്നെയാണ് യൂസ് ചെയ്യണതെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാണ്. ഞാൻ ഇവിടുന്ന് ഞാൻ ഇറങ്ങുന്നു. ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ ഈ സെർവറിലാണ് കയറിയിരുന്നത്. ഞാൻ അവിടെ നിന്ന് ഈ സെർവറിലോട്ട് കയറണം. ഓക്കെ, രണ്ട് സെർവറിലും നമ്മൾ കൊടുത്ത മൗണ്ട് പോയിന്റ് എല്ലാം ഒന്ന് തന്നെയായിരുന്നു, ഡിഫറൻസ് ഒന്നുമില്ല. cd/mnd EFSനകത്ത് FS1 സംതിങ് അല്ലേ. ഇവിടെ LS അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കാണണം, ഞാൻ മറ്റേ സെർവറിൽ നിന്നും ക്രിയേറ്റ് ചെയ്ത ഡാറ്റ എനിക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കണം. അവൈലബിൾ ആണോ, file1.txt ഇവിടെ ഉണ്ടല്ലേ, ആ കണ്ടന്റ് അതിൻ്റെ അകത്തുണ്ടോ. ഹലോ വേൾഡ് നമ്മൾ മറ്റേ സെർവറിൽ നിന്നും കൊടുത്ത ഡാറ്റ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എന്താ കാണിച്ചത്, EBS വോളിയം പോലെ അല്ല EFS, മനസ്സിലായോ? ഇത് രണ്ടും ഡിഫറെൻ്റ് അവൈലബിലിറ്റി സോണിൽ ഡിഫറെൻ്റ് EC2 മെഷീനുകളാണ് ഒരു EFSുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഷെയർഡ് ആയിട്ടാണ് ഡാറ്റകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക, മനസ്സിലായോ? അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ EFS നമ്മൾ യൂസ് ചെയ്യുന്ന യൂസ് കേസുകൾ പല കാര്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്യാറുണ്ട്, ഷെയർഡ് ഫയൽ സിസ്റ്റങ്ങൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതല്ല എന്താ പറയുക, ഒരു പെർസിസ്റ്റൻ്റ് വോളിയം ആയിട്ടൊക്കെ നമ്മൾ ക്യൂബർനെറ്റ്സിലും പല സ്ഥലങ്ങളിലും നമ്മൾ അറ്റാച്ച് ചെയ്യാറും കോൺഫിഗർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് EFSനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക.